ശ്രദ്ധിക്കുക, വാട്സപ്പ് ഉള്ളവർ ശ്രദ്ധിക്കുക, മെസ്സേജ് അയക്കുന്നവർ ശ്രദ്ധിക്കുക, കിട്ടിയ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി മെസ്സേജ് അയക്കുന്നവർ, അത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ FB ഫേസ്ബുക്ക് അയക്കാം, ഇൻസ്റ്റാഗ്രാം അയക്കാം, ട്വീറ്റ് ചെയ്യുന്നതായേക്കാം, സ്നാപ്പ് ചാറ്റ് അയക്കാം. ഓ മുഅ്മിനീങ്ങളെ, ബഹിരംഗമായ പരസ്യമായ തിരുത്തല് അതൊരിക്കലും ഒരാളും ചെയ്യരുതേ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, തഅമ്മദിനി ബിനുസുഹിക ഫിൻഫിറാദി. ഓ ജനങ്ങളെ, എൻ്റെ വാക്കങ്ങോട്ടിങ്ങോട്ടായി പോയാൽ, എൻ്റെ പ്രവർത്തനം മിസ്സിംഗ് ആയി പോയാൽ, എന്നെ പ്രൈവറ്റ് വിളിച്ചു എന്നെ തിരുത്തണേ. വജന്നിബ്നിൻ നസീഹത ഫിൽ ജമാഅ. വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെയോ, പരസ്യത്തിന്റെ വലിയ പരസ്യമായ FBയിലൂടെയോ, ഇൻസ്റ്റാഗ്രാമിലൂടെയോ, ട്വീറ്റിലൂടെയോ, സ്നാപ്പ് ചാറ്റിലൂടെയോ, ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ, നാലാളുകൾ ചേർന്ന സ്ഥലത്തോ എന്നെ നിങ്ങൾ തിരുത്തരുത്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജന്നിബ്നി അന്നസീഹത ഫിൽ ജമാഅ. കൂട്ടം ആളുകളുള്ള സമയത്ത് എന്നെ തിരുത്തരുത്. അത് എന്നെ അവമാനമാണ്, എന്നെ അപമാനിക്കലാണ്. അതൊരിക്കലും ചെയ്യരുത്. എന്തുകൊണ്ടറിയുമോ? കാരണം പറയുന്നു, فإن النصح بين الناس نوع من التوبيخ لا أرى استماع. ഗ്രൂപ്പിലൂടെ ആളുകളുള്ള സമയത്ത് തിരുത്തുക എന്നുള്ളത് നൗമിന തൗബീഖി, ആക്ഷേപമാണത്, അവഹേളനമാണത്, അപമാനമാണത്. ലാ അർലാ, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇസ്തിമാഅഹു, അത് ശ്രദ്ധിക്കാനോ കേൾക്കാനോ വീക്ഷിക്കാനോ എൻ്റെ മനസ്സ് സമ്മതിക്കൂല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കൊണ്ട്, ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാകണോ? മറ്റുള്ളവരുടെ ജീവിതവും, മറ്റുള്ളവരുടെ ശരീരവും, മറ്റുള്ളവരുടെ ഗ്രൂപ്പ്, മറ്റുള്ള കുടുംബങ്ങളെ അവരെയും സന്തോഷിപ്പിക്കണേ. ആ നില